കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അനുസ്മരിക്കുന്ന ഈ ദിവസം, വിശുദ്ധ സെബസ്ത്യാനോസ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല, സുവിശേഷത്തിൻ്റെ പേരിൽ ജയിലിലേക്ക് കിടക്കുന്നവരുടെയും വിടുതലിൻ്റെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കാമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സ്ഥലം വേണ്ടെന്ന് വെച്ച ആളാണ്. അതുപോലെ കൊണ്ട് തന്നെ സ്ഥലസംബന്ധമായ എല്ലാ വിഷയത്തിനും മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കർത്താവെ, കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവെ, കൃപാസനം അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിൽ ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കൾ ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിൽ, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ബാധ്യതയാകാം, കുടുംബത്തിലുള്ള ഞെരുക്കമാകാം, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, മക്കളുടെ വിവാഹത്തിന് ഒത്തു വരണില്ലെന്ന് ഓർത്തുന്ന വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ. കർത്താവേ, നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ്, നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിലേക്ക് ആവശ്യിക്കട്ടെ. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരുടെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ കർത്താവെ, ജീവിത മാർഗങ്ങൾ ഒത്തിരിയേറെ ഏലവും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഈശോയെ, ചെറിയ പൊടിച്ചാളകളെല്ലാം വില കൂടി നിറച്ച് കടലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഈശോയെ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണ് തോന്നണം. ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട്. കർത്താവ്, വീട്ടിൽ തന്നെ അഗതി മന്ദിരമെങ്കിൽ ഇതിനേക്കാൾ നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കളെ പ്രാഗി ജീവിക്കുന്ന വീടുകളുണ്ട്. ഒരു പരിഗണനയും ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുതിർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മനസ്സിടിഞ്ഞ് മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട്. ഈശോയെ, കൃപാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കൃപാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല, ഉഴപ്പി നടക്കുന്ന മക്കളുണ്ട് ഈശോയെ. എന്നിട്ട് ജീവിതത്തിൽ വഴി പെശ കൊണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായപ്പോഴുണ്ട്. കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കർത്താവെ, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കർത്താവെ, പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള
എല്ലാ മക്കളുടെയും കെട്ടുകൾ, ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളെ കൊഴുകട്ടെ. തലയിൽ പുണ്ണുള്ളവരെ കാണിക്കുന്നു, സർവാംഗം പുണ്ണുള്ളവരെ, ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ, ഓരോ യാത്രയുണ്ടാകുന്ന പ്രയാസങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകട്ടെ.